ഹായ് ഹലോ എവറി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐപ്രസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോഡ്? നമ്മൾ പല ടൈപ്പിൽ സിലബസുകളിലൊക്കെ കാണാറുണ്ട് കോൺകോഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിനേഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് കൊടുക്കേണ്ട സ്ഥലമാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ടോപ്പിക്ക്. കാരണം എന്താ, ഈ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണോ? അതൊരു സ്പെസിഫിക് ടോപ്പിക് അല്ല. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നൗൺ എന്താണെന്ന് പഠിച്ചു കാണും, വേർബ് എന്താണെന്ന് പഠിച്ചു കാണും, അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു കാണും. എന്നാൽ ഇതിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയുന്നത്. അതായത് എക്സാമിൻ്റെ ഒക്കെ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന കോൺകോഡിൽ നിന്ന് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ആ പേര് സെയിം ആയിട്ട് നമ്മൾ ഓരോ സിലബസിലും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് സബ്ജക്റ്റ് ഓൾവേസ് ഹാസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർബ്. ഇതാണ് നമ്മളുടെ ബേസിക് കോണ്ടന്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിന് എല്ലായ്പ്പോഴും വേർബുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കാണും. ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ എക്സാമിനേഷൻസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് സ്പോട്ടിംഗ് ദ എറർ എന്ന് പറയുന്ന പാറ്റേൺ. തന്നിരിക്കുന്ന ഭാഗത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. യു വാണ്ട് ഐഡന്റിഫൈ ദാറ്റ് ഏത് ഭാഗത്തിലാണ് ഈ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന പാർട്ടിലെ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം ഓൾറെഡി എങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എവിടെയാണ് ആ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം. എല്ലായ്പ്പോഴും സ്പോട്ടിംഗ് ദ എറർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി അത് ഉറക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഉറക്കെ ഒന്നുകൂടി അത് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അതായത് മൈൻഡ് റീഡ് ചെയ്യാതെ. ഞാൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. എക്സാമിനേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ഉറക്കെ വായിക്കുക. ഉറക്കെ വായിച്ചാൽ എന്താ പ്രത്യേകത? നമ്മളെ ചെവിയിലേക്ക് അതൊന്നുകൂടി കേൾക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കേൾക്കുന്ന മാത്രമല്ല, അത് ചെവിയും കൂടി കേൾക്കുമെന്നുള്ളതാണ്. ലോജിക്കലി ഉള്ള പാറ്റേൺ അല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. അതായത് അതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് സ്പോട്ടിംഗ് ദ എറർ ക്വസ്റ്റ്യൻ? എന്താണ് സ്പോട്ടിംഗ് ദ എറർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? തന്നിരിക്കുന്ന ഭാഗത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് സ്പോട്ടിംഗ് ദ എറർ ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയാണ് ഹാസ് എ കാർ എന്ന് ഞാൻ പറയാണ്. പെട്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നെറ്റി ഒന്ന് ചുളിയും. ഹാസ് എ കാർ അങ്ങനെ പറയൂ? ഇല്ല. ഐയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞിട്ടൊന്നും അല്ലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല. നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് ഐയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്, ഹാസ് ഉപയോഗിക്കില്ല എന്ന് പഠിക്കാത്ത ഒരാൾക്ക് പോലും അത് കേൾക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ഗുഡ് എന്നുള്ള കാര്യം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം ഹോളിൽ സ്പോട്ടിംഗ് ദ എറർ ക്വസ്റ്റ്യൻസ് വരുമ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഉറക്കെ പ്രൊനൗൺസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നമുക്ക് ഓരോ പാർട്ടിലെ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാണ് ആ ചോദ്യ പാറ്റേണുകൾ നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നൺ ഓഫ് ദ റൂംസ് ആർ അവൈലബിൾ ഫോർ ഒക്യുപ്പേഷൻ അറ്റ് പ്രസന്റ്, നോ എറർ. ദിസ് ഇസ് ദ പാറ്റേൺ. ഏത് ഭാഗത്താണ് ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇവിടുത്തെ മിസ്റ്റേക്ക് പാറ്റേൺ വരുന്നത് നമ്മളുടെ കോൺസെപ്റ്റ്സ് രണ്ടാമത്തെ പാർട്ടിലായിരിക്കും ഇവിടെ മിസ്റ്റേക്ക് വരുന്നത്. ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. നൺ ഓഫ് ദ റൂംസ് ആർ അവൈലബിൾ എന്ന് പറയില്ല. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നൺ ഓഫ് ദ റൂംസ് എന്ന് പറയുന്നത് നമുക്കറിയാം. നൺ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് വാക്കുകൾ ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് സെറ്റ് ഓഫ് വാക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ നോ വൺ, നൺ, എവ്രി വൺ, എവ്രിബഡി, സം വൺ, സംബഡി, നോ വൺ. ഈ വാക്കുകളെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വേർബ് സിംഗുലർ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എവ്രിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും എന്നായിരിക്കും ആണ്. പക്ഷേ അതിന്റെ വേർബ് നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? സിംഗുലർ ആയിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ someone is calling you എന്ന് നമ്മൾ പറയത്തുള്ളൂ. ആരോ നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഫോണിൽ ഒരാൾ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് ആരാണ് നമുക്കറിയില്ല. someone is calling you എന്നുള്ളതാണ് പാറ്റേൺ വരുന്നത്. നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേർബ് സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. സിംഗുലർ ആയിട്ടുള്ള വേർബ് പാറ്റേൺ ആയിരിക്കും അവിടെ വരുന്നത്. നൺ ഓഫ് ദ റൂംസ് ആർ അവൈലബിൾ എന്ന് നമ്മൾ പറയത്തില്ല. നൺ ഓഫ് ദ റൂംസ് ഈസ് അവൈലബിൾ എന്നായിരിക്കും കോൺസെപ്റ്റ് വരുന്നത്. ഈസ് ആയിരിക്കും നമ്മളുടെ അവിടുത്തെ കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈസ് ആണ് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഓപ്ഷൻസ് ബിയിലാണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ കൂടെ എന്താണ് അതിൻ്റെ കണക്ഷൻസ്. ഇപ്പം നമ്മൾ നൺ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വേർഡിൽ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എവ്രിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി. ഇതെല്ലാം എന്താണ് ഈ പറയുന്ന നമ്മുടെ ഒരേ പാറ്റേണിൽ വരുന്നതാണ്. ഇതിൻ്റെ കൂടെ എല്ലാം വേർബ് സിംഗുലർ ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ പഠിച്ചത്.
ആൻഡ് നൺ ഓഫ് ദ റൂംസ് ആർ അവൈലബിൾ എന്ന് പറയില്ല, നൺ ഓഫ് ദ റൂംസ് ഈസ് അവൈലബിൾ ഫോർ ഒക്യുപ്പേഷൻ അറ്റ് പ്രസന്റ് എന്നുള്ളതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്നുള്ള നമ്മൾ പറഞ്ഞു. ആൻഡ് എവിടെയാണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് ആ മിസ്റ്റേക്ക് വരുന്ന ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് നമ്മൾ പരിഗണന നൽകേണ്ടത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് നോക്കാം. The only good things about these pens are their color and their size. See, the only good thing about these pens are their color and their size. No error. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ള കാര്യം നോക്കുക. ദ ഒൺലി ഗുഡ് തിങ് അബൌട്ട് ദീസ് പെൻസ്, ഈ പെന്നുകളെ കുറിച്ചാണോ അവർ സംസാരിക്കുന്നത്? പെന്നുകളെ കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഈ പെന്നിന്റെ തിങ് എന്താണ്, അല്ലെങ്കിൽ അവർ അതിനെ കുറിച്ചുള്ള നന്മയാണ് പറയുന്നത്. ദ ഒൺലി ഗുഡ് തിങ് അബൌട്ട് ദീസ് പെൻസ്, ഈ പെന്നുകളുടെ നന്മ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പരിഗണിക്കേണ്ടത് നമ്മൾ പെന്നാണോ അതോ ദ ഒൺലി ഗുഡ് തിങ് ആണോ? നമ്മളവിടെ പരിഗണിക്കുന്നത് ദ ഒൺലി ഗുഡ് തിങ് ആണ്. സോ ദ ഒൺലി ഗുഡ് തിങ് അബൌട്ട് ദീസ് പെൻസ് ആർ എന്ന് നമ്മൾ പറയത്തില്ല. സോ ദ ഒൺലി ഗുഡ് തിങ്സ് അബൌട്ട് ദീസ് പെൻസ് ഈസ് എന്നുള്ളതായിരിക്കും നമ്മളുടെ അവിടെ കോൺസെപ്റ്റ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒൺലി ഗുഡ് തിങ് ആണ്. സോ ഒൺലി ഗുഡ് തിങ്ങിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ആയിരിക്കും എന്നുള്ള കാരണം, ബിക്കോസ് ഇറ്റ് ഇസ് എ സിംഗുലർ സബ്ജക്ട്. സോ ഇഫ് ദ സബ്ജക്ട് ഈസ് സിംഗുലർ you want to use that verb singular. So verb singular ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. So the pattern that you want to follow is this. So we are moving to the next question. Raman was one of those great sons of India who has earned everlasting fame for scientific researches. No error. This is the pattern. So Raman was one of those great sons of India who has earned everlasting fame. ഇവിടെ നമ്മൾ നോക്കേണ്ട പാറ്റേൺ, ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. എന്താണ് ഓപ്ഷൻ ബിയിൽ മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. രാമൻ വാസ് വൺ ഓഫ് ദോസ് ഗ്രേറ്റ് സൺസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അതായത് നമുക്കിവിടെ പ്രധാനമായിട്ടും വരുന്ന റൂൾ പാറ്റേൺ നമ്മൾ ഈ വൺ ഓഫ് ഒക്കെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള റൂളാണ്, വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും. എന്നാൽ വെർബ് ഉപയോഗിക്കുന്ന സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, അതായത് വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വൺ ഓഫ് ദ ചിൽഡ്രൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ വൺ ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് പറയാം. വൺ ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തെറ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, വൺ ഓഫ് ദോസ് ഗ്രേറ്റ് സൺസ് എന്നാണ് ഉപയോഗിച്ചത്. വൺ ഓഫ് ദ ഗ്രേറ്റ് സൺ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, തെറ്റ് അവിടെ ആയിരിക്കും എന്നുള്ളത്. അതായത് വൺ ഓഫ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നൗൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് വെർബാണ് നോക്കേണ്ടത്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? ടീച്ചേഴ്സിൽ ഒരാൾ എന്നാണ്. വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൽ ഒരാളാണ്. ഇപ്പോൾ വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ ഹാസ് ഏൺഡ് എന്ന് പറയുന്ന പാറ്റേണിലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് വൺ ഓഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ട്. റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് പ്രോനൗൺ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളെ കുറിച്ചായിരിക്കും റിലേറ്റീവ് പ്രോനൗൺ പറയുന്നത്. രാമൻ വാസ് വൺ ഓഫ് ദോസ് ഗ്രേറ്റ് സൺസ് ഓഫ് ഇന്ത്യ. ഹൂ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാമനെ അല്ല, ഇവിടെ ഗ്രേറ്റ് സൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സൺസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് ഹൂ ഹാസ് ഏൺഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൂ ഹാവ് ഏൺഡ് എന്നായിരിക്കും പറയുന്നത്. സോ റിലേറ്റീവ് പ്രോനൗൺ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്, സൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഹാവ് എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹാവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. നമുക്ക് ഇതേ ടൈപ്പുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. അതായത് നമുക്ക് വൺ ഓഫ് കൺഫ്യൂസ്ഡ് വരുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് വൺ ഓഫിന്റെ മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ വൺ വിൽ ഡിനൈ ദാറ്റ് Sarla is one of the most well-dressed girl in our office. ഞാൻ നേരത്തെ പറഞ്ഞു, വൺ ഓഫ് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ്. അത് എല്ലായ്പ്പോഴും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കോൺകോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് വൺ ഓഫിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ്, വൺ ഓഫ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നെ നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം എന്നുള്ളത്. വൺ ഓഫ് കഴിഞ്ഞാൽ നൗൺ പ്ലൂറൽ ആയിരിക്കണം. എന്നാൽ വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ എന്താ വെർബ് സിംഗുലർ ആയിട്ട് മാറ്റിയത് എന്താണെന്ന് നമ്മൾ കാരണം പറഞ്ഞു. റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ ഈ നൗണിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, പ്ലൂറൽ നൗണിനെയാണ് റിലേറ്റീവ് പ്രോനൗൺ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹു ഹാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരൊറ്റ കോൺസെപ്റ്റ്, ഈ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. നോ വൺ വിൽ ഡിനൈ ദാറ്റ് സർല ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ ഡ്രസ്ഡ് ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വൺ ഓഫ് കഴിഞ്ഞാൽ ദാറ്റ് വി ഓൾറെഡി സെഡ് ദാറ്റ് ആഫ്റ്റർ വൺ ഓഫ് നമുക്ക് നൗണ് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സോ വൺ ഓഫ് ദ മോസ്റ്റ് വെൽ ഡ്രസ്ഡ് ഗേൾ എന്ന് പറയില്ല,
വെൽ ഡ്രസ്ഡ് ഗേൾസ് എന്നുള്ളതായിരിക്കും അവിടുത്തെ പാറ്റേൺ. അപ്പോൾ ഗേൾസ് ആണ് വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ് കംസ് ടു മൈ ക്ലാസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സി വൺ ഓഫ് മൈ സ്റ്റുഡൻസ് കംസ് ടു മൈ ക്ലാസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വാട്ട് ഇറ്റ് മീൻസ്, സി എൻ്റെ കുട്ടികളിൽ അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ലേറ്റ് ആയിട്ടാണ് വരാറ്, അല്ലെങ്കിൽ സോറി റെയർലി ആണ് വരുന്നത്, അപൂർവമായിട്ടാണ് വരുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റെയർലി. സോ റെയർലി വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പറയാറില്ലേ മഹാബലി പോലെയാണ് വരുന്നത്, അപ്പം മഹാബലിയാണ് ആണ്ടിലും സംക്രാന്തിയിലൊക്കെ വരത്തുള്ളൂ എന്ന്. സോ ദിസ് പാറ്റേൺ ഈസ് വൺ ഓഫ് മൈ സ്റ്റുഡൻസ്. സി വൺ ഓഫ് മൈ സ്റ്റുഡൻസ് ഞാൻ എങ്ങനെ യൂസ് ചെയ്ത് നോക്കുക, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്. കണ്ട, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റുഡൻസ് ആണ് ഉപയോഗിച്ചത്. സോ വൺ ഓഫ് മൈ സ്റ്റുഡൻസ് കം എന്ന് പറയോ, one of my students come എന്ന് പറയോ അല്ല. why? because you want to use a singular verb. നിങ്ങൾ സിംഗുലർ verb ആണ് ഉപയോഗിക്കുന്നത്, comes ആണ് ഉപയോഗിക്കുന്നത്. അതായത് രാഹുൽ comes എന്നേ പറയത്തുള്ളൂ, രാഹുൽ കം എന്ന് പറയില്ലല്ലോ. സോ രാഹുൽ comes. so one of my students comes എന്നുള്ള പാറ്റേൺ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. this is the pattern that you want to show. so here after this the verb should be singular. so the most well dressed girls എന്നുള്ള പാറ്റേൺ ആയിരിക്കും പറയേണ്ടത്. അടുത്ത കോൺസെപ്റ്റ് നമുക്ക് അവിടെ നോക്കേണ്ട പാറ്റേൺ, the director along with the staff members were present for the annual day celebrations. No error. So the answer is option C. Option C ആണ് answer. The director along with staff members were presented for the annual day celebration. Okay, this is the pattern. Here what is the rule there? ഇവിടെ നമുക്ക് പഠിക്കാനുള്ള റൂൾ എന്ന് പറയുന്നത് along with എന്ന് പറയുന്ന പാറ്റേൺ ആണ്. along with. See, നമ്മുടെ along with എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ as well as എന്ന് പറയുന്ന വേർഡ്, as well as രണ്ടും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. along with, as well as, ഇതൊക്കെ സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ as well as ഓ along with ഓ ഓക്കെ, അല്ലെങ്കിൽ together with, accompanied by, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം together with, accompanied by, ഈ വാക്കുകൾ എല്ലാം എന്താണ്, രണ്ടാളുകളെ സൂചിപ്പിക്കാനാണല്ലോ. അല്ലെങ്കിൽ ഫോളോഡ് ബൈ, എത്ര വാക്ക് നമ്മൾ നോക്കി, ഫോളോഡ് ബൈ, അക്കംപനൈഡ് ബൈ, എലോങ് വിത്ത്, ഇതൊക്കെ ഒരാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഫ്രണ്ടിലുള്ള ഒരാളെ ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എലോങ് വിത്ത് അയാളുടെ കൂടെ ആയിരിക്കുമല്ലോ, ടുഗദർ വിത്ത് അയാളുടെ കൂടെ ആയിരിക്കുമല്ലോ, വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാണല്ലോ. അപ്പം നമ്മൾ അയാളെയല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്, കാരണം നമ്മൾ അയാളെ അല്ലേ ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് ഒറ്റ റൂളേ ഉള്ളൂ ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, എലോങ് വിത്ത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് പരിഗണിക്കേണ്ടത്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ഡയറക്ടറാണ്, ഡയറക്ടറിനെയാണ് നമ്മൾ ഇവിടെ പരിഗണന നൽകേണ്ടത്. ഡയറക്ടറാണ് ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ്. കാരണം ഇവിടെ നിങ്ങൾ സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ സിംഗിളർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം എലോങ് വിത്തോ ടുഗദർ വിത്തോ ആസ് വെൽ ആസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റിനെയാണ്. ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് ഡയറക്ടറാണ്, ഡയറക്ടർ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ദ വെർബ് ഓൾസോ ഷുഡ് ബി സിംഗുലർ, വെർബും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അവർ ഉപയോഗിച്ചിരിക്കുന്നത് വേറാണ്. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് വേറാണ്, was ആണ് correct ആയിട്ടുള്ള ആൻസർ. because we have to consider the first subject. If the first subject is singular, the verb also should be singular. If the first subject is plural, the verb also should be plural എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. So this is the pattern. So go for the next question. My younger brother and I am interested in music. No error. My younger brother and I am interested in music. See, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പാറ്റേണുകളിൽ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. ചില ആൾക്കാരൊക്കെ സാധാരണഗതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്, മീ ആൻഡ് മൈ ബ്രദർ ഓർ മീ ആൻഡ് മൈ യങ്ങർ ബ്രദർ, മീ ആൻഡ് മൈ യങ്ങർ ബ്രദർ, otherwise they may write like this, my brother and me. See, these all are wrong. മീ ആൻഡ് മൈ ബ്രദർ എന്ന് പറയില്ല, അല്ലെങ്കിൽ മൈ ബ്രദർ ആൻഡ് മീ എന്ന് പറയില്ല. കാരണം പ്രോണൗണിന്റെ റൂളുകൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളിലും മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോണൗണുമായി ബന്ധപ്പെട്ട ഒരു റൂളാണ്. മൈ യങ്ങർ ബ്രദർ ആൻഡ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന പാറ്റേണിനകത്ത് നമ്മൾ എപ്പോഴും പരിഗണന നൽകുന്നത് നമുക്ക് പ്രോണൗൺ 3 ടൈപ്പ് പ്രോണൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതാണ് 3 ടൈപ്പ് പ്രോണൗണുകൾ ഉള്ളത് ആണല്ലോ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം നമ്മളെയാണ് എന്ന് ഓർക്കുക. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നെയാണ്, ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആണ്, നമ്മളെയാണ് ഇഷ്ടം, വി ആണ്. സോ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വി. പിന്നെ നമുക്ക് ഇഷ്ടം നിങ്ങളെയാണ്. ആദ്യം എനിക്ക് ഇഷ്ടം എന്നെയാണ്, നമ്മളെയാണ്, അത് കഴിഞ്ഞ് നിങ്ങളെയാണ് ഇഷ്ടം. നിങ്ങൾ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, യു ആണ്. ഓക്കെ, വെൽ ഇനി അവസാനം മാത്രമാണ് എനിക്ക് അവരെ ഇഷ്ടമുള്ളത്. അവരെന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്, ഹി ഷീ ദേ എന്ന് പറയുന്ന മാറ്റർ. ഇതാണ് 3 പേഴ്സണുകൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ മറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഓരടിക്കത്തില്ലേ, സ്വാഭാവികമാണ്. നമ്മൾ സംസാരിക്കുന്ന ആരാണ്, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് പരിഗണന കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പരിഗണന കൊടുക്കുന്നത് സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും ആദ്യം പരിഗണന കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേർഡ് പേഴ്സൺ ആയിരിക്കും പരിഗണന കൊടുക്കുന്നത്. അവസാനം മാത്രമാണ് നമ്മൾ നമുക്ക് പരിഗണന കൊടുക്കുന്നത്. അതായത് 2-3-1 എന്ന് പറയുന്ന റൂളാണ്. 2-3-1 റൂൾ വരുമ്പോൾ മീ ആൻഡ് മൈ എന്ന ബ്രദർ എന്ന് പറയോ, മീക്ക് ആദ്യം പ്രാധാന്യം കൊടുത്തു, ഇവിടെ തെറ്റ്. പിന്നെ മൈ ബ്രദർ ആൻഡ് മീയോ, ഇവിടെ 2-3-1 റൂൾ ഫോളോ ചെയ്തു. പക്ഷേ മൈ ബ്രദർ ആൻഡ് മീ എന്ന സബ്ജക്റ്റിൽ പറയാൻ പറ്റില്ല, മൈ ബ്രദർ ആൻഡ് ഐ എന്നേ പറയത്തുള്ളൂ. അതായത് മമ്മി ആൻഡ് മീ വെന്റ് ടു മാർക്കറ്റ് എന്ന് പറയില്ല, മമ്മി ആൻഡ് ഐ വെന്റ് ടു മാർക്കറ്റ് എന്നേ പറയത്തുള്ളൂ. സോ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകിയിട്ടാണ് നമുക്ക് പാറ്റേൺ വരുന്നത്. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളതാണ്. മൈ യംഗർ ബ്രദർ ആൻഡ് ഐ ഇവിടെ വന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല, മൈ യംഗർ ബ്രദറിനും ഐയിലും മിസ്റ്റേക്ക് ഇല്ല. പക്ഷേ ഇവിടെ ഓപ്ഷൻ ബി മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും മിസ്റ്റേക്ക്? മൈ യംഗർ ബ്രദർ ആൻഡ് ഐ. ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് രണ്ടുപേരില്ലേ, മൈ യംഗർ ബ്രദറും ഞാനില്ലേ. അപ്പം മൈ യംഗർ ബ്രദർ ആൻഡ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഉപയോഗിക്കുന്ന ഐയുടെ കൂടെയാണ്. അതായത് ഐക്ക് മാത്രം പരിഗണന കൊടുക്കുമ്പോൾ, ഐയെ കുറിച്ച് മാത്രം പറയുമ്പോൾ ആ ടീച്ചർ എന്ന് നമ്മൾ പറയും, ആണല്ലോ ഞാൻ എനിക്ക് മാത്രമാണ് പരിഗണന കൊടുത്തത്. സോ മൈ യംഗർ ബ്രദർ ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ട് അവിടെ. അപ്പൊ പിന്നെ നമ്മൾ ആരാണ് ഉപയോഗിക്കേണ്ടത്? മൈ യംഗർ ബ്രദർ ആൻഡ് ഐ ആർ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് എന്നുള്ളതാണ് പറയുന്നത്. കാരണം രണ്ടുപേരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടുപേരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, Yavanika is one of the latest additions to good drama which appeared in recent times. ഞാൻ ഇതിന്റെ ഉത്തരം പറയില്ല, നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം പറയണം. കാരണം നമ്മൾ ഇത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. Yavanika is one of the latest additions. ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ഇന്റൻഷനലി അങ്ങനെ വായിച്ചതല്ല. ഇതാണ് ഞാൻ സെഷൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ലൗഡായിട്ട് വായിക്കുക. ലൗഡായിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിനിനെ പറയാം. അതായത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് അഡീഷൻസ് എന്ന് നമ്മൾ പറയത്തുള്ളൂ. വൺ ഓഫ് ദ ലേറ്റസ്റ്റ് അഡീഷൻ എന്ന് പറയില്ല. കാരണം ബ്രെയിൻ ഓൾറെഡി അറിയാം നൗവ് കഴിഞ്ഞാൽ നൗൺ പ്ലൂറൽ ആണ്, വൺ ഓഫ് കഴിഞ്ഞാൽ നൗൺ പ്ലൂറൽ ആണ് എന്ന് നമ്മൾ പഠിക്കാതെ തന്നെ ബ്രെയിൻ നന്നായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, ഓൾവേസ് നമ്മൾ അങ്ങനെ പറയാം. വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് നമ്മൾ അറിയില്ല. വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, വൺ ഓഫ് മൈ കൊളീഗ്സ്. See, Yamanika is one of the latest additions. This is an addition. കാർഡിന്റെ മുകളിൽ ഞാൻ കണ്ടു. Whenever it comes question എപ്പോ വന്നാലും വൺ ഓഫ് കണ്ടാൽ അപ്പൊ ഒരു സ്റ്റുഡന്റ് നോക്കണ കാര്യം വൺ ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. നൗൺ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നൗൺ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ then you go to the verb. പിന്നെ നമ്മൾ വെർബിലേക്കാണ് പോകേണ്ടത്. സോ ഇവിടെ നൗണിൽ തന്നെ മിസ്റ്റേക്ക് വന്നു. ഒരു മിസ്റ്റേക്ക് അല്ലേ വരത്തുള്ളൂ. One of the latest addition എന്ന് പറയുന്നില്ല, one of the latest additions എന്നുള്ളതായിരിക്കും നമ്മുടെ പാറ്റേൺ. Additions, this is the pattern. So one of the latest additions. So these are 5. This option C ആണ് mistake എന്നുള്ളത്. So if one just mention that option C ആണ് mistake എന്നുള്ള മാത്രം mention ചെയ്താൽ മതി. So Nash number of people applying were so large that the college had to stop issuing application form. No error. See, the Nash format is number of people. Number of people എന്ന് പറഞ്ഞാൽ specific mentioned ആയിട്ടുള്ള ഒരു കാര്യമാണ്. The number of people. The number of people means the എന്ന് പറഞ്ഞാൽ definite article ആണ്. The number of people is singular. Number of people എന്ന് പറഞ്ഞാൽ singular ആണ്. The number of എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ the number of എന്ന് പറഞ്ഞാൽ നമ്മൾ singular ആയിട്ടായിരിക്കും the number of ന്റെ റൂളിൽ പഠിക്കുന്നത്. The number of എന്ന് പറഞ്ഞാൽ singular ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് the number of. ഇനി ഇതേ സാധനം തന്നെ a number of എന്ന് പറയുന്ന സാധനമാണ് a number of. See, the number of എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. a number of എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ഇതാണ് വ്യത്യാസം. So the number of സിംഗുലർ ആണ്, a number of പ്ലൂറൽ ആണ്.
അതായത് the number of ന്റെ കൂടെ സിംഗുലർ ആയിട്ട് നമുക്ക് പാറ്റേൺസ് വേർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അത് പഠിച്ചു വെക്കാനുള്ള എളുപ്പവഴി. ഒരു കാര്യത്തെ എക്സാക്ട്ലി ഒന്നിനെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോ ഒരു കാര്യത്തെ എടുത്തു കാണിക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ്. But the number of people applying were so large എന്ന് പറയില്ല. The number of people applying was so large. Why? Because the number of means it is singular. Number of വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗുലർ. നമ്പർ ഓഫ് എന്നാൽ ഇത് വളരെ പഠിക്കില്ല. The number of കാരണം എന്താ a number of വന്നു കഴിഞ്ഞാൽ plural ആയി. So the number of people applying was എന്ന് പറയുന്നതായിരിക്കും അവന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകാം. It is a job wherein neither knowledge nor skills are needed. See the pattern. It is a job wherein neither knowledge nor neither what American British pronunciation ആണ്. So neither nor വന്നാല് either or വന്നാല് നമ്മൾ പരിഗണിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. As well as accompanied by, along with, followed by, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനെയാണ് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സബ്ജക്ട്. എന്നാൽ നിങ്ങൾ നോക്കുക, ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ വേറെ മ്യൂസിയം see neither നമുക്കറിയാം കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. neither കൂടെ എപ്പോഴും നോറെ വരുത്തോളൂ. സ്പോട്ട് അങ്ങനെയും പണി തരും. അതായത് neither കൂടെ ഓർ ഒക്കെ ഇട്ട് തരും. നമുക്കറിയാം neither കൂടെ ഓർ ഉപയോഗിക്കത്തില്ല, neither കൂടെ നോർ ആണ് ഉപയോഗിക്കുന്നത്. എന്നാലും എക്സാം ഹോളിൽ എഴുതുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ബ്രെയിൻ neither നോർ നമ്മൾ വായിച്ചു പോകും. neither or ആണ് nor എന്ന് പറയുന്ന സാധനമാണ് കറക്റ്റ്. neither or എന്നൊന്നും പറ്റില്ല ഇവിടെ. പക്ഷെ അതിൽ മിസ്റ്റേക്ക് ഒന്നും neither nor തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ക്വസ്റ്റ്യനുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ സ്പോട്ട് ചെയ്യണം neither or എന്ന് പറയില്ല. എന്നാൽ either ന്റെ കൂടെ നമ്മൾ or ആണ് ഉപയോഗിക്കുന്നത്. either or, neither nor either or എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ അവിടെ നമ്മൾ പ്രധാനമായി പരിഗണിക്കേണ്ട പാറ്റേൺ ആണ് neither nor either or എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനം വന്നാലും neither nor അല്ലെങ്കിൽ either or അല്ലെങ്കിൽ or ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കുന്നത് ആരെയാണ്? രണ്ടാമത്തെ സബ്ജക്റ്റിനെയാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇതാണ് പാറ്റേൺ. ഓക്കേ, അപ്പോൾ നമ്മുടെ ഫോളോഡ് ബൈ ആസ് വെൽ ആസ് അക്കംപനൈഡ് ബൈ അലോങ് വിത്ത് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് ആയിരിക്കും പരിഗണിക്കുന്നത്. ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും എന്ന് പറഞ്ഞു. ആദ്യത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് neither nor either or എന്നൊക്കെ പറയുന്ന പാറ്റേൺ ആണ്. ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. സോ രണ്ടാമത്തെ സബ്ജക്റ്റിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് ഇവിടെ നോക്കുക. neither knowledge nor skill. സ്കിൽ എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കുന്നത്. സ്കില്ല് നമുക്കറിയാം ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ അൺകൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ കൗണ്ടബിൾ നൗൺസ് ആയാലും അൺകൗണ്ടബിൾ നൗൺ ആയാലും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചാൽ വെർബ് നമ്മൾ സിംഗുലർ ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. സോ വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് സ്കില്ലിന്റെ കൂടെ നമ്മൾ ഈസ് എന്നുള്ള കാര്യമായിരിക്കും പരിഗണിക്കുന്നത്. സോ neither knowledge nor skill is needed എന്നുള്ളതായിരിക്കും നമ്മുടെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് മിസ്റ്റേക്ക്. ഈസ് നീഡഡ് എന്ന് പറയുന്നതായിരിക്കും പാറ്റേൺ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പാറ്റേൺ see orders have been placed so far as painting the walls of the classroom are concerned. See, orders have been placed so far as painting the walls of the classrooms are concerned. ഇവിടെ എന്തായിരിക്കും നമ്മൾ പ്രധാനമായി പരിഗണിക്കേണ്ടത്? പെയിന്റിംഗ് ദ വാൾസ് ഓഫ് ദ ക്ലാസ് റൂം ആണല്ലോ. ക്ലാസ് റൂമിന്റെ പെയിന്റിംഗ് എന്നുള്ള അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നടന്ന പെയിന്റിംഗ് ഇത് ഓർഡേഴ്സ് ഹാവ് ബീൻ പ്ലേസ്ഡ് എന്നുള്ളതിൽ ഓർഡേഴ്സ് സബ്ജക്റ്റ് ഉപയോഗിച്ചു, ഹാവ് അവിടെ വേർബ് ഉപയോഗിച്ചു. കാരണം ഓർഡേഴ്സ് പ്ലൂറൽ കോൺസെപ്റ്റ് ആണ്. ഹാവ് ആണ്. ഓക്കേ, വി നോ വൈസ് ഹാവ് ബീൻ പ്ലേസ്ഡ് സോ ഫാർ ആസ്. So far as shows that again with the gerund pattern വരെയാണ് painting the walls. This is the subject there. Painting the walls എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. painting the walls. Okay, cool. So painting the walls of the classrooms എന്നുള്ള പാറ്റേൺ ആണ് ഉള്ളത്. painting the walls of the classrooms. ആർക്കാണ് concerned എന്ന് പറയുന്ന കാര്യം ഇവിടെ ക്ലാസ് റൂംസിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലാസ് റൂംസിനെ അല്ല പരിഗണിക്കുന്നത്.
നമ്മൾ പരിഗണിക്കുന്നത് പെയിന്റിംഗ് ദ വേൾഡ്സ് എന്ന് പറയുന്ന കാര്യമാണ്. പെയിന്റിംഗ് ദ വേൾഡ്സ്. സോ പെയിന്റിംഗ് ദ വേൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സിംഗുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് പെയിന്റിംഗ് ദ വേൾഡ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ആർ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? സിംഗുലർ ആയ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വെർബ് സിംഗുലർ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. ജെറണ്ടുകളുടെ റൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജെറണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ വെർബ് എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കാണാൻ പഠിക്കുന്ന കാര്യമാണ്. എന്ത് ഈ ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ കൂടെ ing ഫോം ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ്. വെർബ് ing ഫോമിൽ ഉപയോഗിക്കുന്ന പാറ്റേണാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗ്രാമർ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ സാധാരണ സിനിമ കാണുമ്പോൾ സിനിമയുടെ മുമ്പിൽ എഴുതി കാണിക്കുന്ന ഒന്നാണ് എന്ത്? നമ്മളുടെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സീ ദ പാറ്റേൺ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും ആണല്ലോ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കും. അപ്പം സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ഫോമാറ്റ് ആണ്. ജെറണ്ട് ഫോമാറ്റ് വന്നു കഴിഞ്ഞാൽ വെർബ് സിംഗുലർ ആക്കി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നമുക്ക് കോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കോസ് അല്ല, കോസസ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജെറണ്ട് കഴിഞ്ഞാൽ പിന്നെ വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ വെർബ് സിംഗുലർ ആക്കുക എന്ന് പറഞ്ഞാൽ കോസസ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. what you want to do is നമ്മുടെ കോൺകോർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താ? നമ്മളിവിടെ നമുക്ക് ജെറണ്ട് എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പ്രോനൗൺസിന്റെ റൂൾസ് 2-3-1 റൂൾസ് അവിടെ പഠിച്ചു. വൺ ഓഫ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ലോങ് വിത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഈതർ ഓർ നീതർ നോർ വന്നു കഴിഞ്ഞാൽ എന്താണ് പരിഗണിക്കേണ്ടത് എന്ന് പഠിച്ചു. അപ്പൊ മിക്സ്ചർ ഓഫ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും മിക്സ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ കോൺകോർഡ് എന്ന് പറഞ്ഞാൽ. കോൺകോർഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് പാറ്റേണിലേക്ക് പോകാൻ പറ്റും. എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് ഭാഗത്തേക്ക് പോകാൻ ഏറ്റവും നല്ല വഴിയാണ് കോൺകോർഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.